വേദിയിലെ സമാദരണീയരായ നേതാക്കളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി, സി കെ സുബൈർ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രസംഗങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങിയ ഈ വേദിയിൽ ഇനി വിഷയാധിഷ്ഠിതമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. മാത്രമല്ല, നിങ്ങൾ കാതോർക്കുന്ന ശബ്ദം തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എം ഷാജിയുടേതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ഒരു മുൻഗാമി എന്നുള്ള നിലയ്ക്ക് രണ്ട് വാക്ക് മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന രണ്ട് വെല്ലുവിളികൾ, ഒന്ന് ഫാഷിസവും ഒന്ന് തീവ്രവാദവുമാണ്. രണ്ടും ഇവിടെ പ്രസരിപ്പിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയമാണ്. ഫാഷിസവും തീവ്രവാദവും പ്രത്യയശാസ്ത്ര മച്ചൂനന്മാരാണ്, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ കസിൻസ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇവർ രാവിലെ പരസ്പരം കലഹിക്കുകയും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പരസ്പരം പാലൂട്ടുകയും ചെയ്യുന്ന ശത്രുക്കൾ ആണ് എന്ന് ഭാവിക്കുന്നവരാണ്. ഒന്നിൻ്റെ വളർച്ചയ്ക്ക് മറ്റൊന്ന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിനെ രണ്ടിനെയും ഒരുപോലെ എതിർക്കാൻ ഈ ഭൂമി മലയാളത്തിൽ മുന്നണി പോരാളിയായി നിൽക്കാൻ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾക്കിത് രണ്ടിനെയും ഭയപ്പാടില്ലാതെ നേരിടാൻ കഴിയും. കാരണം രണ്ടിനോടും ഒരേ സമീപനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഫാഷിസത്തെ മുസ്ലിം ലീഗ് എന്നും എതിർത്തിട്ടുണ്ട്. തീവ്രവാദത്തിൻ്റെ ഒരു മുള പോലും പൊട്ടരുത് എന്ന് കരുതി ഒരു കാവൽക്കാരനെ പോലെ മൂന്നാം കണ്ണ് തുറന്നു പിടിച്ച ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു. അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ സാന്ത്വനത്തിൻ്റെ വാക്കിന് തീഷ്ണത പോരാ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാവരും വിട്ടുപോയാലും അവശേഷിക്കുന്ന 100 പേരുണ്ടെങ്കിൽ ആ നന്മയെയും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയാൻ ധൈര്യം കാണിച്ച നേതാവാണ് ശിഹാബ് തങ്ങൾ. എത്രയെത്ര ഗർജിക്കുന്ന പ്രസംഗങ്ങൾ ആ സന്ദർഭത്തിൽ നമ്മൾ കേട്ടു. എത്രയെത്ര ചോരത്തിളപ്പുണ്ടാക്കുന്ന ഗർജനങ്ങൾ നമ്മൾ കേട്ടു. അതെല്ലാം ഗീർവാണങ്ങളായിരുന്നു എന്ന് പിന്നീട് ബോധ്യമായി. അവർ നിസ്സഹായതയുടെ ഇരുട്ടിൽ കിടന്നപ്പോൾ അവർക്ക് സാന്ത്വനമായി അവിടെ എത്തിയത് മുസ്ലിം ലീഗ് തന്നെയാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പൊന്നാനിയിൽ തോൽപ്പിക്കാൻ ഇടതുപക്ഷവുമായി വേദി പങ്കിട്ടവർക്ക് കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വന്നപ്പോൾ അവിടെ കണ്ണീര് ഒപ്പാനുള്ള കൈലേസുമായി ആ ജയിലറയിൽ പോയത് ഇതേ ഇ.ടി. ബഷീർ സാഹിബാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായി. ലീഗ് എന്നും തണൽമരമാണ്. ഇതിൻ്റെ അടിയിൽ ആർക്കും അഭയം പ്രാപിക്കാം. പക്ഷെ വേര് പിഴുതെറിയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ കൈകൾ ഞങ്ങൾ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും.
ഇവിടെ 1,900 പ്രസ്ഥാനങ്ങളുണ്ടായി. ഇന്ന് ലോകത്ത് ട്രംപ് വരാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്? അദ്ദേഹത്തിന് ആളുകളെ ഭയപ്പെടുത്താൻ സാധിച്ചു. എന്തുകൊണ്ട്? ആ ഭയപ്പാടുണ്ടാക്കുന്നവർ ലോകത്തുണ്ടായതുകൊണ്ട്. ലോകത്തിന്റെ മുന്നിൽ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശത്രുക്കളെ പിടിച്ചു കെട്ടി മുട്ടിൽ നിർത്തി കഴുത്തറുത്ത് തല ഛേദിച്ചെടുത്ത് അവൻ്റെ ശരീരത്തിൽ വെച്ചു കൊടുത്തുകൊണ്ട് തക്ബീർ മുഴക്കി അതിനെ വീഡിയോ ക്ലിപ്പിങ്ങുകളിലൂടെ ലോകത്ത് പ്രചരിപ്പിച്ച ശേഷം ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിന് ഒരു അംഗീകാരം കിട്ടാൻ ഇസ്ലാമിൻ്റെ കണക്ക് പുസ്തകത്തിൽ വരവ് വെച്ചവരാണ് ഈ ലോകത്ത് അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്ന പാഠങ്ങളിൽ എവിടെയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് അംഗീകാരം നൽകുന്ന ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ അടിയിൽ വരയിട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിക തീവ്രവാദം എന്നൊരു വാക്കേ ഇല്ല. കാരണം തീവ്രവാദവുമായി ചേർന്ന് പോകുന്ന വാക്കല്ല സമാധാനം എന്ന വാക്ക്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനവും ശാന്തിയുമാണെങ്കിൽ അത് തീവ്രവാദത്തിൻ്റെ കൂടെ വെച്ച് കെട്ടി പറയേണ്ട വാക്കല്ല. അങ്ങനെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. എന്നിട്ടും ഇതിൻ്റെ പാപഭാരം നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ നിരപരാധികൾ കൽത്തുറുങ്കിൽ അടക്കപ്പെടുന്നു. ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്ക് യാതൊന്നും അറിയാത്ത നിരപരാധികളായ ചെറുപ്പക്കാർ വിധേയമാകുന്നു. 10-14 വർഷം കൽത്തുറുങ്കിൽ കടന്ന ശേഷം ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ യുവത്വം മുഴുവൻ പിഴിഞ്ഞെടുത്ത ശേഷം അവനെ ഒരു ജീവച്ഛവമായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു തരുന്നു. ഇതിൻ്റെയൊക്കെ കാരണക്കാർ ഈ പറഞ്ഞ 2 കൂട്ടരാണ്. ഈ ഭീകരതയും ഫാഷിസത്തെയും നേരിടാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് മുസ്ലിം. അതിൻ്റെ പേരിൽ നമുക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഇവർ. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇസ്ലാം കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മതം മുസ്ലിം ലീഗ് ഉപയോഗിക്കേണ്ടത് എന്നിവർ പഠിപ്പിക്കുന്നു. 10 പെറ്റ ഉമ്മയെ പ്രസവ വേദന പഠിപ്പിക്കേണ്ട പെൺമക്കളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് മാത്രം അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളെയാണോ പ്രസവ വേദന പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്തെ എല്ലാ വേദനയും സഹിച്ചവരാണ് ഞങ്ങൾ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഹൈദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ശബ്ദിച്ചതിൻ്റെ പേരിലാണ് OBC എന്ന പട്ടികയിലേക്ക് മുസ്ലിം വന്നത്. അതിൻ്റെ ആനുകൂല്യം പറ്റി ആരെങ്കിലും ഏതെങ്കിലും ഓരങ്ങിൽ ഇരുന്നു കൊണ്ട് നമുക്കെതിരെ പേനയൊന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബിക്കടലിനെ മുഴുവൻ മഷിയാക്കി പേനയൊന്തിയാലും ലീഗിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. ഈ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചാൽ, ഷാജി ശബ്ദിച്ചാൽ പിന്നെ ഭീഷണിയാണ്. ഞാൻ പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കൾ എന്നൊരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ നിന്നെ വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മെസ്സേജുകൾ എനിക്ക് അയക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ 10 മാസം എൻ്റെ ഉമ്മ നൊന്തു പെറ്റത്, എൻ്റെ ബാപ്പ എൻ്റെ കൈ പിടിച്ച് ഗ്രാമങ്ങളുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ രാജ്യത്തെ കാണിച്ചു തന്നത് വീട്ടിൻ്റെ ഏതെങ്കിലും കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു നിൽക്കാനല്ല, മറിച്ച് ഈ രണാങ്കണത്തിൽ നിങ്ങളോട് പ്രതിരോധിക്കാൻ ഈ നെഞ്ച് നിവർത്തി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഞങ്ങളുടെ പിതാമഹന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് നഷ്ടം സംഭവിച്ചാലും, അതിനുവേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും
ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. അത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടി മരിച്ചു വീഴേണ്ടി വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴും ഈ ഭീകരതയും ഈ ഫാഷിസത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള അവസാന ശ്വാസം വരെ പോരാടാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഭീകരവാദത്തിനെതിരെ ഇത്തരം സംഘടനകൾ, ഇതിൻ്റെ പ്രത്യയശാസ്ത്രം എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ഈ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിച്ചത്? അവരൊക്കെ ഇപ്പോൾ നല്ല പിള്ള ചവഞ്ഞു നിൽക്കുകയാണ്. ഹുക്കുമത്തെ ഹിലാഖി പറഞ്ഞവർ, ഇഖാമത്തുദ്ദീൻ പറഞ്ഞവർ ഇന്ന് ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോഴേക്കും ഓടയിൽ ധാരാളം വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഈ സമൂഹത്തിന് രാഷ്ട്രീയമാണ് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം, നിങ്ങൾ ഇസ്മായിൽ സാഹിബിനേക്കാൾ 6 പതിറ്റാണ്ട് പിന്നിലാണ് എന്ന് സമ്മതിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അത് ഈ ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഈ രാജ്യത്താരാണ് ഈ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്? പിന്നീട് വന്നിട്ടുള്ള സുഡാപ്പി ആയാലും, പിന്നീട് അതിൻ്റെ മുമ്പ് രൂപം കൊണ്ടിട്ടുള്ള വൈമയും കൈമയും പോപ്പുലർ ഫ്രണ്ടും ഏത് പ്രസ്ഥാനവുമാകട്ടെ, അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം ഇസ്ലാമികമായ ഒരു ചെറിയ ഇടം കിട്ടിയാൽ ആ രാഷ്ട്രമാണ് ഒരു പാകിസ്ഥാൻ ഉണ്ടാകുന്നതേക്കാൾ നല്ലത് എന്ന് പറഞ്ഞ മൗദൂദിയൻ ആശയം തന്നെയാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഐഡിയോളജിക്കലി നിങ്ങളും ഞങ്ങളും വേറെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നും നിങ്ങളുടെ പേര് സുഡാപ്പി എന്നും ആയത്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ മൗദൂദിയെ പറഞ്ഞാലും സുഡാപ്പിയെ പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാലും ഞങ്ങളോട് പോരിന് വരരുത്. പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങളെ എതിർക്കാനും ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കാം, പക്ഷെ ഞങ്ങൾ നിങ്ങളെ എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് യോജിക്കാം. ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് പോരാടാം. കാരണം അത് സമൂഹം ഒന്നായി നിൽക്കേണ്ട വിഷയമാണ്. പക്ഷേ മറ്റുള്ള തീവ്രവാദ ചിന്താഗതികൾ ചെറുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങളെ ഇപ്പോഴും കക്ഷത്തൊളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ നല്ല പിള്ളമാരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അതിനു മുമ്പ് അത്തരത്തിലുള്ള എല്ലാ ലേഖനങ്ങളും എല്ലാ സാഹിത്യങ്ങളും അറബിക്കടലിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഇതിനൊക്കെ വേണ്ടിയുള്ള പോരാട്ടം ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഈ യൂത്ത് ലീഗിന് കുറേ നാൾ നേതൃത്വം കൊടുത്തപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പതാക നാട്ടിയിരുന്നു. അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക. അത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ തലമുറകൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി അത് നിർവഹിക്കാൻ പറ്റും. ഞങ്ങളുടെ കാലശേഷവും ഈ പതാക ഇവിടെ ഉയർന്നു പാറുക തന്നെ ചെയ്യും. ഈ പതാക നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറും. തലമുറ കൈമാറി ഈ ലോകം അവസാനിക്കുന്നത് വരെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുക മാത്രമാണ് ചെയ്യുക. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന കാലത്തേക്കാൾ യൂത്ത് ലീഗ് ചെറുതാവുകയല്ല, വലുതാവുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് കാണാൻ പറ്റുന്ന ഒരറ്റമുണ്ടായിരുന്നു. ഇന്ന് ആ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. ഇത് ഇനി ഈ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമൂഹമായി വളർന്നു വലുതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.